ഹായ് ഹലോ ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ടിറ്റ്ലിസ് പർവ്വതത്തിലേക്കുള്ള യാത്രയുടെ 7ാം ഭാഗമാണ്. ബേഡിൽ നിന്നും ടിറ്റ്ലിസ് പർവ്വതത്തിലേക്കുള്ള ആദ്യഘട്ട കേബിൾ കാർ യാത്രയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത്. ഇന്നത്തെ വീഡിയോ ടിറ്റ്ലിസിലെ 3 ഘട്ട കേബിൾ കാറിൻ്റെ 2ാം ഘട്ട വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഓരോ സ്ഥലത്തെയും പ്രകൃതി ദൃശ്യങ്ങൾ വ്യത്യസ്തമാണ്. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മൾ ഇങ്ങനെ 2ാം ഘട്ട കേബിൾ കാർ ഇങ്ങനെ കറങ്ങി വന്നപ്പോഴത്തേനും നമ്മൾ ഇതിനകത്ത് കയറി, കേബിൾ കാറിനകത്ത് കയറി. ഞങ്ങൾ 4 പേരാണ് ഇപ്പോഴുള്ളത്. അവിടെ ഉള്ള ആൾക്കാർക്ക് ഈ ഹോളിഡേയ്സ് ഞങ്ങളുടെ ഒരു ശനിയാഴ്ചയാണ്. അവർക്ക് ഈ സ്കീയിങ്ങിനായിട്ട് അവർക്കതൊരു ഹോളിഡേയ്സ്, അവരത് എൻജോയ് ചെയ്യുന്നൊരു ദിവസമാണ് ശരിക്കും. ഞങ്ങളുടെ കൂടെ ഒരാൾ അവിടുത്തെ കയറിയിട്ടുണ്ട്. ആ സൈഡിൽ വാള് പോലെ കാണുന്ന ഈ സ്കീയിങ്ങുകാരുടെ കയ്യിൽ പിടിക്കുന്ന അനധാരികളും ഒക്കെയാണ്. ടിറ്റ്ലിസ് 2ാം ഘട്ട കേബിൾ യാത്ര ചരിത്രവും മനോഹരമായ പനോരമിക ദൃശ്യങ്ങളും. സ്വിറ്റ്സർലൻഡിൻ്റെ ആൽപ്സിലെ ഏറ്റവും പ്രശസ്തമായ പർവ്വതങ്ങളൊന്നാണ് ടിറ്റ്ലിസ്. 3238 മീറ്റർ ഉയരമുള്ള ഈ ഹിമപർവ്വതം പ്രകൃതിയുടെ അത്ഭുതങ്ങളും മനോഹരമായ ദൃശ്യങ്ങളും നൽകുന്ന ഒരു അതുല്യമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. നമ്മുടെ മുന്നിലുള്ള കേബിൾ കാർ പോയി ആദ്യമേ ഇവിടെ വന്നിട്ട് വളരെ സ്ലോയായി പതിയെ കറങ്ങി ആൾക്കാർ ഇറങ്ങി, അടുത്ത അങ്ങോട്ട് പോകാനുള്ള ആൾക്കാർ കയറി പതിയെ ഇങ്ങോട്ട് വന്നിട്ട് ഇനി നല്ല സ്പീഡിൽ അങ്ങ് പോകും. അപ്പം നമ്മൾ ആ കെട്ടിടത്തിൻ്റെ വെളിയിലേക്ക് വരികയാണ്. ഇനി നല്ല സ്പീഡിൽ അതങ്ങ് പോകുന്നുണ്ട്. താഴെ കുറച്ച് ആൾക്കാരൊക്കെ വെളിയിലൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ അവിടെ നിന്നുള്ള കയറിയ സ്കീയിങ്ങിനൊക്കെ കയറിയ ആളുമായിട്ട് പിന്നെ പരിചയപ്പെട്ടു. പുള്ളി നമ്മൾ നേരത്തെ കയറിയ റിഗി മലയിലാണ് പുള്ളിയുടെ വീട്. പുള്ളി ഇങ്ങനെ വീക്കെൻഡ്സിൽ ഈ സ്കീയിങ്ങിന് ഇവിടെ വരാറുണ്ട്. അതിൽ നമ്മൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. പുള്ളി കേരളത്തിനെ പറ്റി ഇപ്പോൾ അറിയാം, ബട്ട് കേരളത്തിൽ വന്നിട്ടില്ല. പുള്ളി ഗോവയിലാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ടിറ്റ്ലിസ് പർവ്വതത്തിലേക്കുള്ള സഞ്ചാരികൾക്ക് വിവിധ കേബിൾ കാർ സേവനങ്ങൾ നൽകുന്നു. അവയിലൊന്നാണ് ടിറ്റ്ലിസിൻ്റെ 2ാം ഘട്ട കാർ യാത്ര. ഈ യാത്ര 1967 ആരംഭിച്ച ടിറ്റ്ലിസ് കേബിൾ കാർ സർവീസിൻ്റെ തുടർച്ചയായ ഒരു പുതിയ വികാസമാണെന്ന് പറയാം. 1967 ടിറ്റ്ലിസ് പർവ്വതത്തിലെ കേബിൾ കാർ സേവനം ആരംഭിച്ചതോടെ ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾക്ക് ഈ പ്രശസ്തമായ പർവ്വതത്തിലെ മനോഹരമായ കാഴ്ചകൾ കാണാനുള്ള ഒരു പ്രായോഗിക മാർഗം ലഭിച്ചു. എന്നാൽ 1980കളിൽ ടിറ്റ്ലിസ് ഈ സേവനത്തെ കൂടുതൽ വികസിപ്പിക്കാൻ തീരുമാനിച്ചു. ടിറ്റ്ലിസ് 2ാം ഘട്ട കേബിൾ കാർ 1984 ആരംഭിച്ചത്. ഇപ്പം നമ്മളീ പോകുന്ന ഘട്ടം 1984 ആരംഭിച്ചത്. നമ്മൾ ആ താഴത്തെ ബേസ് സ്റ്റേഷനിൽ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത്. നമ്മളിപ്പം പുറകോട്ടുള്ള വ്യൂസാണ് കാണുന്നത്. ആ ഒരു മലയിടുക്കിയിൽ നിന്നാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ കയറി ആ മലയിടുക്ക് വഴിയാണ് ഇങ്ങോട്ട് വന്നത്. അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് ഈ 2nd സ്റ്റേജ് മുകളിലേക്ക് അങ്ങ് പോവുകയാണ്. ഇവിടെ എല്ലാം മുഴുവൻ മഞ്ഞ് വീണിങ്ങനെ കിടക്കുകയാണ്. ഈ സ്കീയിങ്ങുകാരുടെ ഒരു പർദീസയാണ്. നമ്മളീ പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിലെല്ലാം അങ്ങ് താന്ന പ്രദേശങ്ങളാണ്. ലെഫ്റ്റ് സൈഡിൽ പൊങ്ങിയ സ്ഥലമാണ്. അവിടെ നിറയെ ഇങ്ങനെ ഐസ് വീണ് കിടപ്പുണ്ട്. ഇവിടെയൊക്കെ എന്തോ 1-2 ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ആൾ നിൽപ്പുണ്ട്.
സ്കീയിങ് കാരുടെ ഒരു റൂട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് പിന്നെ കൊക്ക പോലെയാണ്. നമ്മളീ പോകുന്നതിൻ്റെ റൈറ്റ് സൈഡാണ് താഴ്ന്ന പ്രദേശം. ലെഫ്റ്റ് സൈഡ് പൊങ്ങിയ സ്ഥലങ്ങളാണ്. ഐസ് പ്ലെയർ കാണാനുള്ള ഒരു പിന്നെ ഇതാണ് അങ്ങേ സൈഡ് വഴി പോകുന്നത്. എന്നുവെച്ചാൽ അത് ഓപ്പണാണ്. കുറച്ചുകൂടെ ഈ പിന്നെ ഇത് ഐസിനോട് ചേർന്ന് നമ്മൾ പോകുന്ന കേബിൾ കാർ എന്ന് പറഞ്ഞാൽ അത് പിന്നെ കംപ്ലീറ്റ്ലി കവേർഡാണ്. അപ്പം നമുക്ക് തണുപ്പ് അനുഭവപ്പെടത്തില്ല. ഇതിൽ നിറയെ ആൾക്കാർ സ്കീയിങ് നടത്തുന്നുണ്ട്. അതിൻ്റെ അപ്പുറേ പോകുന്ന ഓപ്പണായിട്ടുള്ള ആ കേബിൾ കാറുകളാണ്. അതാണ് ഐസ് ഫ്ലെയർ കാണാൻ വേണ്ടി അവിടെ മുകളിൽ നിന്ന് താഴോട്ട് നമുക്ക് പോരാം. താഴെ നിന്നും പോകാം മുകളിലോട്ട്. അത് ഓപ്പണാണ്. അപ്പം തണുപ്പ് നല്ലതായിട്ട് തണുപ്പടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പർവ്വതങ്ങളുടെ ആകാശം. ടിർലിസ് രണ്ടാം ഘട്ട കേബിൾ യാത്ര എന്നത് ആദ്യഘട്ട യാത്രയുമായി ബന്ധപ്പെട്ട ശക്തമായ പനോരമിക് ദൃശ്യങ്ങൾ നൽകുന്നു. എങ്കിൾബർഗ് ഗ്രാമം 1000 മീറ്റർ താഴെ നിന്ന് കേബിൾ കാർ കൂടുതൽ ഉയരങ്ങളിലേക്കും പർവ്വതങ്ങളുടെ മുകളിലേക്കും ഉയരുന്നു. ഈ ദൃശ്യങ്ങൾ പ്രകൃതിയുടെ എല്ലാ അംശങ്ങളും നിറഞ്ഞു കാണുന്ന ഒരു വിസ്മയമാണ്. പർവ്വതങ്ങളിലെ മഞ്ഞുപാടുകൾ, ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, പർവ്വതങ്ങളിലൂടെ ഒഴുകുന്ന പാതകൾ എല്ലാം കേബിൾ കാർ യാത്രയുടെ ഭാഗമാണ്. കേബിൾ കാർ മേൽ കയറുമ്പോൾ പർവ്വതങ്ങളുടെ ശൃംഖലയിൽ പർവ്വതങ്ങൾ, പ്രകൃതി ദൃശ്യങ്ങൾ, ശാന്തമായ ആകാശം എന്നിവയെല്ലാം ഒരു വിസ്മയത്തിൻ്റെ ഭാഗമായി മാറുന്നു. അപ്പുറ വഴി പോകുന്ന ആ കേബിൾ കാറിൻ്റെ സൈഡ് വഴി, അങ്ങനെ സൈഡ് വഴിയും പിന്നെ ഇത് സ്കീയിങ് കാരുണ്ട്. ഈ ഭാഗത്തും ഉണ്ട്. ഇവിടെ 3 പേര് എനിക്ക് വന്ന് അവിടെ വെച്ച് വർത്തമാനം പറഞ്ഞ് നിൽക്കുവാൻ തോന്നുന്നു. അവരവിടെ നിന്ന് വീണ്ടും പുറപ്പെടാൻ പോവുകയാണ്. മഞ്ഞിങ്ങനെ വെളുത്ത് കട്ടിയായിട്ട് അടിഞ്ഞു കിടക്കുകയാണ്. മുകളിൽ നിന്ന് നിറയെ സ്കീയിങ് കാർ വരുന്നുണ്ട്. അതിലൂടെ കുഞ്ഞു കുഞ്ഞു പൊട്ട് പോലെയാണ് കാണുന്നത്. ഈ തണുപ്പത്ത് അവർക്ക് നല്ലൊരു വ്യായാമമാണ്. നമ്മൾ ഈ രണ്ടാമത്തെ ഇതിൻ്റെ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സ്വിറ്റ്സർലൻഡുകാരൻ്റെ ഇതെല്ലാം കൂടെ മേടിച്ച്, സ്കീയിങ്ങിനുള്ള അനുധാരികളൊക്കെ മേടിച്ച് സാബ് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യുവാണ്. ഇതിലൂടെ ഇപ്പം നമ്മൾ നിൽക്കുന്നിടത്താണെങ്കിൽ വരുന്നത് അങ്ങനെ സൈഡിലൂടെ താഴോട്ട് പോകും. താഴോട്ട് പോകേണ്ടവർ അപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് കയറി ഇവിടെ വന്ന് ആൾക്കാർ ഇറങ്ങി ഇങ്ങോട്ട് മുന്നോട്ട് വരും. അപ്പുറത്തെ സൈഡിൽ നിന്ന് കയറി താഴോട്ട് പോകും. നമ്മൾ അടുത്ത സ്ഥലത്തേക്കുള്ള കയറി നിൽക്കണമെങ്കിൽ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമ്മൾ നമുക്ക് കിട്ടിയ ഇതുണ്ട്, ഒരു ടിക്കറ്റുണ്ട്. ആ ടിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്യണം. ഞാനത് പോക്കറ്റിലായിട്ടിരുന്നത്. അതെടുത്ത് ഞാൻ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്താലേ നമുക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്ക് കയറാനൊക്കെ ഉള്ളൂ. ടിക്കറ്റ് ഇവിടെ ചെക്ക് ചെയ്യാനൊന്നും ആൾ നിൽപ്പില്ല. എല്ലായിടത്തും ഈ ഗേറ്റ്സ് ആണുള്ളത്. ഗേറ്റ്സിൽ നമ്മൾ സ്കാൻ ചെയ്താൽ മാത്രമേ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആദ്യഘട്ടം എങ്കിൾബർഗ് മുതൽ ഒരു നിശ്ചയ ഉയരത്തിലെത്തിച്ചപ്പോൾ രണ്ടാം ഘട്ടം സഞ്ചാരികളെ കൂടുതൽ ഉയരത്തിലെത്തിക്കാൻ പറ്റിയ പുതിയ സൗകര്യം കൊണ്ടുവന്നു. ഈ കേബിൾ കാർ മൗണ്ടൻ സ്റ്റേഷൻ ഇന്ത്യയിലെ ഗിരികേന്ദ്രങ്ങൾ പോലെ വലിയ
പ്രധാന ബേസ് ക്യാമ്പുകൾ എന്ന നിലയിൽ സഞ്ചാരികളെ കൂടുതൽ ഉയരങ്ങളിലേക്കും പൂർണ്ണമായ മനോഹരമായ കാഴ്ചകളിലേക്കും കൊണ്ടുപോകുന്നു. ഇതാണ് തേർഡ് സ്റ്റേജ് ആയിട്ടുള്ള കേബിൾ കാർ. ഇവിടെ മറ്റേതുപോലെ ഇങ്ങനെ ഒത്തിരി കേബിൾ കാറുകളില്ല. ഇപ്പോൾ ഒരെണ്ണം അങ്ങ് പോകുന്നേ ഉള്ളൂ. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരെണ്ണം പോയാലും അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ഉണ്ട്. പക്ഷേ അതിനകത്തപ്പം 6 പേരൊക്കെയാണ് കയറുന്നത്. ഇതിനകത്ത് അത്രയല്ല, ഒരു 19 പേരെയൊക്കെ കയറ്റാൻ പറ്റുന്ന അതുപോലെയുള്ള ഒരു വ്യത്യസ്തമാണ് തേർഡ് സ്റ്റേജ് കേബിൾ കാർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മറ്റേ 2 സ്റ്റേജിലും കേബിൾ കാറിലിരുന്നാൽ ആ നേരത്തെ ഫ്രണ്ടിലുള്ള ഭാഗം മാത്രമേ കാണാനൊക്കെ ഉള്ളൂ. ഇതങ്ങനെയല്ല, ഇത് മൊത്തം 360 ഡിഗ്രി ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കറങ്ങുന്ന, വളരെ സ്ലോ ആയിട്ട് കറങ്ങുന്ന ഒരു കേബിൾ കാറാണ്. ലോകത്തിലെ ആദ്യത്തെ ഇങ്ങനെ തന്നെ കറങ്ങുന്ന ഒരു കേബിൾ കാറാണ് ഈ 3ാം സ്റ്റേജിൽ വെച്ചിരിക്കുന്നത്. നമ്മൾ അതിനകത്തേക്ക് കയറാൻ പോകുന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ആ ഭാഗത്തേക്ക് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അത് പുറപ്പെടുന്ന സ്ഥലത്തൊന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഫ്രീക്വൻസി സ്വല്പം മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേനും കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി സമയം നിൽക്കേണ്ടി വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.